Hi friends, നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിനെ പറ്റിയുള്ള അവസാനത്തെ ക്ലാസ്സാണിത്. ഫസ്റ്റ് പേഴ്സൺ റിപ്പോർട്ടിംഗ്. നമ്മൾ ഫസ്റ്റ് ആൻഡ് സെക്കൻഡ് പേഴ്സൺ തേർഡ് പേഴ്സൺ ആവുമെന്നാണ് നമ്മൾ പഠിച്ചത്. പക്ഷേ ഫസ്റ്റ് പേഴ്സൺ ആണ് ഇത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ സെക്കൻഡ് പേഴ്സൺസ് എല്ലാം ഫസ്റ്റ് പേഴ്സണാണ്. ഞാനിങ്ങനെ പറയുക പേഴ്സൺ എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചെറിയ കൺഫ്യൂഷൻ ഉണ്ടായിട്ടുണ്ട് അല്ലേ? അതായത് ഇപ്പം ഒരാൾ സംസാരിക്കുന്നു, അത് എന്നോടാണ് സംസാരിക്കുന്നതെങ്കിൽ ഞാൻ തന്നെയാണത് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ എന്ത് സംഭവിക്കും? സെക്കൻഡ് പേഴ്സൺ അല്ല ഫസ്റ്റ് പേഴ്സണാണ്. അതാണ് ഫസ്റ്റ് പേഴ്സൺ റിപ്പോർട്ടിംഗ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ ഇതുണ്ടോ? ഹി സെഡ് യു ആർ ടു അറ്റൻഡ് ദ ക്ലാസ് ഓൺ ഓൾ ഡേയ്സ്. അപ്പോൾ അത് ഞങ്ങളോടാണ് പറയുന്നത്. ഞങ്ങൾ തന്നെ അത് പറയുമ്പോൾ he told us that we were to attend the class on all days. Hello. ഇതിനകത്ത് ഇത് സെക്കൻഡ് പേഴ്സൺ, പക്ഷേ ഇത് ഫസ്റ്റ് പേഴ്സൺ. ഇതാണ് അതിൻ്റെ വ്യത്യാസം. ഇത് സെക്കൻഡ് പേഴ്സൺ അല്ലേ, യു ആർ. പക്ഷേ ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് ആരോടാ പറയുന്നത്? എന്നോട്, ഞങ്ങളോട്. ഇപ്പം ഞങ്ങളാണത് റിപ്പോർട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സണായി. ഇതാണ് ഇതിനകത്തെല്ലാം കാണുന്നത്. മദർ ടോൾഡ് മീ യു ഹാവ് ഡൺ വെൽ. മദർ ടോൾഡ് മീ ദാറ്റ് ഐ ഹാഡ് ഡൺ വെൽ. മനസ്സിലായോ? മദർ ടോൾഡ് മീ ദാറ്റ് ഐ ഹാഡ്. കാരണം എന്നോട് പറഞ്ഞാൽ ഞാനാണ് പറയുന്നത്. അപ്പോൾ സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആവും. മനസ്സിലായോ? ഇതിനകത്ത് മൂന്നാമത്തെ സെക്കൻഡ്. ഹി ഷൗട്ടഡ് അറ്റ് ദ ടോപ്പ് ഓഫ് ഹിസ് വോയിസ് വേർ ആർ യു. Where are you? Like this. He shouted at the top of his voice where I was. ഇപ്പം എന്നെ കണ്ടില്ല. ഇപ്പം ഭയങ്കര വശത്തിൽ ചോദിക്കുകയാണ് Where are you? അപ്പോഴത്തേക്ക് ഞാനത് റിപ്പോർട്ട് ചെയ്ത് എങ്ങനെയാണ്? Where I was. എന്നോടല്ലേ പറയുന്നത്, ഞാനല്ലേ ഇത് റിപ്പോർട്ട് ചെയ്തത്. അപ്പം സെക്കൻഡ് പേഴ്സൺ ഫസ്റ്റ് പേഴ്സൺ ആയി. അതാണ് എൻ്റെ കാര്യം. അടുത്ത നോക്കി. The teacher said to us, stop talking. The teacher said to us to stop talking. അത് നമ്മൾ നേരത്തെ കണ്ട ഇമ്പറേറ്റീവ് സെൻറ്റൻസ് എല്ലാം എന്താവും? ഇൻഫിനിറ്റീവ് ആവും. അപ്പം അതിനകത്ത് പറഞ്ഞല്ലോ ടു അസ് എന്നാണ്. The master exclaimed, what a nice boy you are. The master exclaimed that I was a very nice boy. മനസ്സിലായോ? അപ്പം ഒരാൾ പറയുന്നു, അത് സെക്കൻഡ് പേഴ്സണാണ് പറയുന്നപ്പോഴും അങ്ങനെയാണല്ലോ. ഒരാളിവിടെ നിന്നിട്ട് ഞാനാണ് സെക്കൻഡ് പേഴ്സൺ, പറയുന്ന ആളാണ്. നമ്മളോട് പറയുന്ന ആൾ പുറത്തുണ്ടെന്ന് വിചാരിക്കുക, ഞാനാണ് സെക്കൻഡ് പേഴ്സൺ. എന്നോട് പറയണേ യു ആർ ഓക്കെ. അപ്പം ഞാനത് റിപ്പോർട്ട് ചെയ്യുമ്പോൾ ഹീ ടോൾഡ് മീ ദാറ്റ് ഐ വാസ് ഓക്കെ. മനസ്സിലായി? അതാണ് ഫസ്റ്റ് പേഴ്സൺ റിപ്പോർട്ടിങ്. ക്ലിയർ ആയല്ലോ? ഇതോടുകൂടി നമ്മുടെ റിപ്പോർട്ടർ സ്പീച്ചിൻ്റെ എല്ലാ വശങ്ങളും ഞാൻ പറഞ്ഞു കഴിഞ്ഞു. പിന്നെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ട് ഈ സെക്ഷൻ നമ്മൾ ക്ലോസ് ചെയ്യാണ്. അടുത്ത സെക്ഷൻ കണ്ടീഷണൽ ക്ലോസസ്. ഇഫ് ക്ലോസസ്, ഇഫ് നീട്ടില്ലേ, ഇഫ് യു കം ഐ വിൽ ഗോ, അങ്ങനത്തെ അതായിരിക്കും അടുത്ത സെഷൻ നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ ഇത്രയും റിപ്പോർട്ടർ സ്പീച്ച് ക്ലാസ്സുകളെല്ലാം നിങ്ങൾ അറ്റൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രയോജനപ്രദമായി എന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു. ബൈ.